പറയാൻ പോകുന്ന വേറെ ആരെയും കുറിച്ചല്ല, നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ തമ്പുരാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്, കാര്യം ഇവരുടെ വാദങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയത്. ഒരു തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ഇവർ സംസാരിക്കണം. ഇവർ ഇന്ന് പറയണതല്ല നാളെ പറയണത്. അങ്ങനെ ഇവർ ഓരോരോ വാദങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോ തമ്മിൽ എന്ന് പറയുന്ന ഷോ. ആ ഷോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇവരുടെ കൂടുതൽ ബഹുമാനം തോന്നി. അപ്പം എനിക്ക് തോന്നി ഇവരെന്താ ഇങ്ങനെയായി പോയത്, എന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത്. പിന്നീടാണ് എനിക്കൊരു വീഡിയോ അവരെക്കുറിച്ച് കിട്ടിയത്, അവർ തന്നെ അവരെക്കുറിച്ച് പറയുന്ന വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇവരുടെ ഒന്നും കൂടി ബഹുമാനവും ആരാധനയും എല്ലാം കൂടി. ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. കളങ്കാവലി കണ്ടത് ഞാൻ എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പൊ കളങ്കാവലി കണ്ടപ്പോൾ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം, എന്റെ അച്ഛന്റെ കഥാപാത്രം, മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജ് ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പൊ ഇനി നിങ്ങൾ തന്നെ പറ, ഇവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് ഇവർക്കല്ലാതെ വേറെ ആർക്ക് പറയാൻ പറ്റും? ഇവരെങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കഥ നിങ്ങളും കൂടി അറിഞ്ഞില്ലേ? അപ്പം നമ്മളിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇതുപോലെ സ്വന്തം അച്ഛനെ പുകഴ്ത്തുകയും സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തി പറയുന്ന ഒരാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അത് ഇതേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ശ്രീലക്ഷ്മി അറക്കൽ തമ്പുരാട്ടി. സ്വന്തം അച്ഛനെ കുറിച്ച് എത്ര അഭിമാനത്തോടെയാണ് ഈ ചേച്ചി പറയുന്നത്. ഇവിടെ വെച്ചാണ് എനിക്ക് ഇവരോട് കൂടുതൽ ആരാധന അങ്ങ് തോന്നിപ്പോയത്.